ഹായ് ഗൈസ്, നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും പിന്തുടർന്നിരിക്കേണ്ട 10 റൂൾസുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റൂൾ നമ്പർ 1, ഓൾവേസ് യൂസ് എ ട്രേഡിംഗ് പ്ലാൻ. എല്ലായ്പ്പോഴും ഒരു ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിക്കുക. ഒരു ട്രേഡിംഗ് പ്ലാൻ എന്നത് ഓരോ വാങ്ങലിനും ഒരു ട്രേഡറുടെ എൻട്രി, എക്സിറ്റ്, മണി മാനേജ്മെൻറ്റും ഇവയെല്ലാം ചേർന്നതാണ്. പ്ലാനിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. ട്രേഡിംഗ് പ്ലാനിന് പുറത്ത് ട്രേഡുകൾ എടുത്താൽ അവർ വിജയികളായി മാറിയാൽ മോശം തന്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുക. റൂൾ നമ്പർ 2, ട്രീറ്റ് ട്രേഡിംഗ് ലൈക്ക് എ ബിസിനസ്. വിജയിക്കാൻ നിങ്ങളൊരു ഹോബി അല്ലെങ്കിൽ ജോലി എന്ന നിലയിലല്ല, ഒരു മുഴുവൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ബിസിനസ്സായി ട്രേഡിങ്ങിനെ സമീപിക്കണം. ഇതൊരു ഹോബിയായി സമീപിക്കുകയാണെങ്കിൽ പഠനത്തോട് യഥാർത്ഥ പ്രതിബദ്ധതയില്ലാത്ത വിദ്യാർത്ഥിയെ പോലെയാണെന്നേ ഞാൻ പറയും. ഇനി ഇതൊരു ജോലിയായി കാണുന്നുവെങ്കിൽ സ്ഥിരമായ ശമ്പളമില്ലാത്തതിനാൽ തന്നെ അത് നിങ്ങൾക്ക് നിരാശയുണ്ടാക്കിയേക്കാം. ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. ചെലവുകൾ, നഷ്ടങ്ങൾ, നികുതികൾ, അതിലുണ്ടാകുന്ന അനിശ്ചിതത്വം, സമ്മർദ്ദം, റിസ്ക് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബിസിനസ്. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ പ്രധാനമായും ഒരു ചെറിയ ബിസിനസ് ഉടമയാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാധ്യതകൾ പരമാവധിയാക്കാൻ നിങ്ങൾ പരമാവധി ഗവേഷണം നടത്തുകയും തന്ത്രങ്ങൾ മെനയുകയും വേണം. റൂൾ നമ്പർ 3, യൂസ് ടെക്നോളജി ടു യുവർ അഡ്വാൻറ്റേജ്. ട്രേഡിംഗ് ഒരു മത്സര ബിസിനസ്സാണ്. ഒരു വ്യാപാരത്തിൻ്റെ മറുവശത്ത് ഇരിക്കുന്ന വ്യക്തി ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം. ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ ട്രേഡേഴ്സിന് മാർക്കറ്റ് വാച്ച് ചെയ്യാനും വിശകലനം ചെയ്യാനും അനന്തമായ സാധ്യതകൾ തുറന്നു തരുന്നു. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ച് ഒരു ആശയത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ചെലവേറിയ തെറ്റുകളിൽ നിന്നും നമ്മെ തടയുന്നു. സ്മാർട്ട് ഫോൺ വഴി മാർക്കറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ട്രേഡുകൾ നിരീക്ഷിക്കാൻ നമുക്ക് അവസരം തരും. അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലെ നമ്മൾ നിസ്സാരമായി എടുക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ട്രേഡിംഗ് പ്രകടനത്തെ വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും. പുതിയ ഉൽപ്പന്നങ്ങൾക്കൊപ്പം നിലവിലുള്ളതും ട്രേഡിങ്ങിൽ നിങ്ങളുടെ നേട്ടത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതും രസകരവും പ്രതിഫലദായകവുമാണ്. റൂൾ നമ്പർ 4, പ്രൊട്ടക്റ്റ് യുവർ ട്രേഡിംഗ് ക്യാപിറ്റൽ. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഫണ്ട് ചെയ്യുന്നതിന് മതിയായ പണം ലഭിക്കുന്നതിന് ധാരാളം സമയവും പരിശ്രമവും ആവശ്യമാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നത് ഒരിക്കലും നഷ്ടം വരാത്ത ട്രേഡ് കൊണ്ടല്ല. കാരണം എല്ലാ ട്രേഡേഴ്സിനും നഷ്ടപ്പെട്ട ട്രേഡുകളുണ്ട്. ക്യാപിറ്റൽ സംരക്ഷിക്കുന്നത് അനാവശ്യമായ അപകട സാധ്യതകൾ എടുക്കാതിരുന്ന് നിങ്ങളുടെ ട്രേഡിംഗ് ബിസിനസ് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുക. റൂൾ നമ്പർ 5, ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് ദ മാർക്കറ്റ്സ്. ഇത് തുടർ വിദ്യാഭ്യാസമായി കരുതുക. ട്രേഡേഴ്സ് ഓരോ ദിവസവും കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. വിപണികളെയും അവയുടെ എല്ലാ സങ്കീർണതകളെയും മനസ്സിലാക്കുന്നത് തുടർച്ചയുള്ള ആജീവനാന്ത പ്രക്രിയയാണെന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ്. വ്യത്യസ്ത സാമ്പത്തിക റിപ്പോർട്ടുകൾ അർത്ഥമാക്കുന്നത് പോലെ വസ്തുതകൾ മനസ്സിലാക്കാൻ കഠിന ഗവേഷണം ട്രേഡേഴ്സിനെ സഹായിക്കുന്നു. ശ്രദ്ധയും നിരീക്ഷണവും ട്രേഡേഴ്സിന് അവരുടെ ട്രേഡിങ്ങിനെ മൂർച്ച കൂട്ടാനും സൂക്ഷ്മതകൾ പരിശീലിക്കാനും ഉപകരിക്കുന്നു. ലോക രാഷ്ട്രീയം, വാർത്തകൾ, സാമ്പത്തിക പ്രവണതകൾ, എന്തിന് കാലാവസ്ഥ പോലും വിപണിയിൽ സ്വാധീനം ചെലുത്തുന്നു. മാർക്കറ്റ് എൻവയോൺമെൻറ്റ് ചലനാത്മകമാണ്. അതിനാൽ തന്നെ ഭൂതകാലത്തെയും നിലവിലെ മാർക്കറ്റിനെയും കൂടുതൽ നന്നായി ട്രേഡേഴ്സ് മനസ്സിലാക്കുന്നു. അവർ ഭാവിയെ നേരിടാൻ നന്നായി തയ്യാറാകും. തീർച്ചയായും. റൂൾ നമ്പർ 6, റിസ്ക് ഓൺലി വാട്ട് യു ക്യാൻ അഫോർഡ് ടു ലോസ്. നിങ്ങൾ യഥാർത്ഥ പണം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ട്രേഡിംഗ് അക്കൗണ്ടിലെ പണം മുഴുവനായും ചെലവഴിക്കാനാകുമെന്ന് ഉറപ്പാക്കുക. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ പണം കുട്ടികളുടെ കോളേജ് ട്യൂഷനോ തുടങ്ങി മറ്റേതെങ്കിലും ജീവിതാവശ്യത്തിന് വേണ്ടിയുള്ള അത്യാവശ്യ പണം ആവരുത് എന്ന് ചുരുക്കം. പണം കടം വാങ്ങിയും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത്. പണം നഷ്ടപ്പെടുന്നത് മതിയായ ആഘാതമാണ്. ഒരിക്കലും അപകട സാധ്യതയില്ലാത്ത മൂലധനമാണെങ്കിൽ അത് കൂടുതൽ ട്രേഡിങ്ങിന് ഗുണകരമാകും.
റൂൾ നമ്പർ 7, ഡെവലപ്പ് എ മെത്തഡോളജി ബേസ്ഡ് ഓൺ ഫാക്ട്. ഒരു നല്ല ട്രേഡിംഗ് രീതി വികസിപ്പിക്കാൻ സമയമെടുത്ത് തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻ്റർനെറ്റിൽ പ്രചാരത്തിലുള്ള പണം അച്ചടിക്കുന്നത് പോലെ എളുപ്പമാണ് ട്രേഡിംഗ് എന്നതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. എന്നാൽ വികാരങ്ങളോ പ്രതീക്ഷകളോ അല്ല, വസ്തുതകളാണ് ഒരു ട്രേഡിംഗ് പ്ലാൻ വികസിപ്പിക്കുന്നതിനുള്ള പ്രചോദനം ആയിത്തീരേണ്ടത്. പഠിക്കാൻ തയ്യാറുള്ള ട്രേഡേഴ്സിന് ഇൻ്റർനെറ്റിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞാൽ പോലും ഒരു വലിയ വിജയം സാധ്യമാണ്. ഇത് പരിഗണിക്കുക. നിങ്ങൾ ഒരു പുതിയ കരിയർ ആരംഭിക്കുകയാണെങ്കിൽ പുതിയ ഫീൽഡിൽ ഒരു സ്ഥാനത്തേക്ക് അപേക്ഷിക്കാൻ യോഗ്യത തേടുന്നതിന് മുമ്പ് നിങ്ങൾ 1-2 വർഷമെങ്കിലും ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിക്കുന്നത് കുറഞ്ഞത് ഒരേ സമയം വസ്തുതാപരമായ ഗവേഷണവും പഠനവും ആവശ്യമുള്ള കാര്യമാണ്. റൂൾ നമ്പർ 8, ഓൾവേസ് യൂസ് എ സ്റ്റോപ്പ് ലോസ്. ഓരോ ട്രേഡിലും ഒരു വ്യാപാരി സ്വയം സ്വീകരിക്കാൻ തയ്യാറാകുന്ന മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അപകട സാധ്യതയാണ് സ്റ്റോപ്പ് നഷ്ടം. സ്റ്റോപ്പ് നഷ്ടം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു $1 തുകയോ ശതമാനമോ ആകാം. എന്നാൽ ഏതു വിധേനയും ഒരു ട്രേഡിങ്ങിനെ ട്രേഡറുടെ എക്സ്പോഷർ പരിമിതപ്പെടുത്തുന്നു. ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ട്രേഡിൽ X തുക മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതിനാൽ ട്രേഡിങ്ങിൽ നിന്നുള്ള സമ്മർദ്ദം കുറയ്ക്കാനാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡിംഗ് രീതി ഒരു മോശം ട്രേഡിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒരു വിജയകരമായ വ്യാപാരത്തിലേക്ക് നയിച്ചാലും ഒരു സ്റ്റോപ്പ് നഷ്ടത്തോടെ പുറത്തു കടക്കുക. എല്ലാ ട്രേഡുകളും ലാഭത്തോടെ പുറത്തു കടക്കുക എന്നതാണ് അനുയോജ്യമായത്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത് നഷ്ടങ്ങളും അപകട സാധ്യതകളും പരിമിതമാണെന്ന് ഉറപ്പാക്കാൻ ട്രേഡറെ സഹായിക്കുന്നു. റൂൾ നമ്പർ 9, നോ വെൻ ടു സ്റ്റോപ്പ് ട്രേഡിംഗ്. വ്യാപാരം നിർത്താൻ 2 കാരണങ്ങളുണ്ട്: ഫലപ്രദമല്ലാത്ത ട്രേഡിംഗ് പ്ലാനും ഫലപ്രദമല്ലാത്ത ട്രേഡറും. ഫലപ്രദമല്ലാത്ത ട്രേഡിംഗ് ബാക്ക് ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലാക്കാം. കാരണം മാർക്കറ്റ് മാറിയിരിക്കാം, അല്ലെങ്കിൽ ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. ഒരു കാരണവശാലും ട്രേഡിംഗ് പ്ലാൻ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വൈകാരികമാകാതെ ബിസിനസ് പോലെ കാണുക. ട്രേഡിംഗ് പ്ലാൻ പുനർനിർണ്ണയിക്കാനും കുറച്ച് മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ ഒരു പുതിയ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് ആരംഭിക്കാനും സമയമായി എന്ന് മനസ്സിലാക്കുക. വിജയിക്കാത്ത ട്രേഡിംഗ് പ്ലാൻ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഒരു പ്ലാനോ ഒരു ലോസോ ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ അവസാനമായി വിലയിരുത്തേണ്ടതില്ല. ഫലപ്രദമായ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുകയും അത് പിന്തുടരാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇതിനു കഴിയാതെ വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ട്രേഡർ ഒരു ഇടവേള എടുക്കുന്നത് കൂടി പരിഗണിക്കണം. നേരിട്ട ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പരിഹരിച്ച ശേഷം ട്രേഡേഴ്സ് ബിസിനസ്സിലേക്ക് മടങ്ങാൻ കഴിയുന്നതാണ്. റൂൾ നമ്പർ 10, കീപ് ട്രേഡിംഗ് ഇൻ പെർസ്പെക്റ്റീവ്. ട്രേഡ് ചെയ്യുമ്പോൾ വലിയ ഫ്രെയിമിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോസ് വരുന്ന ട്രേഡിനെ നമ്മെ അലോസരപ്പെടുത്തുന്നതായി മാറരുത്. ഒരു വിജയകരമായ ട്രേഡ് ലാഭകരമായ ഒരു ബിസിനസ്സിലേക്കുള്ള പാതയിലെ ഒരു പടി മാത്രമാണെന്ന് കൂടി മനസ്സിലാക്കുക. ഒരു ട്രേഡർ വിജയത്തിനെയും തോൽവിയെയും ബിസിനസ്സിൻ്റെ ഭാഗമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വികാരങ്ങൾ ട്രേഡിംഗ് പ്രകടനത്തെ ബാധിക്കുകയില്ല. ഓരോ ടാർഗറ്റ് വെക്കുക എന്നത് ട്രേഡിംഗ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ് ന്യായമായ അളവിൽ ന്യായമായ വരുമാനം നേടണം. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് മൾട്ടി മില്യണർ ആവണമെന്ന് ചിന്തിച്ചാൽ അവിടെ നിന്നും നമ്മുടെ പരാജയം ആരംഭിക്കുന്നു. ഇനി ചില കാര്യങ്ങൾ. ഈ ഓരോ ട്രേഡിംഗ് നിയമങ്ങളുടെയും പ്രാധാന്യവും അവ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നത് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായോഗിക ട്രേഡിംഗ് ബിസിനസ് സ്ഥാപിക്കാൻ സഹായകരമാണ്. ട്രേഡിംഗ് കഠിനാധ്വാനമാണ്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള അച്ചടക്കവും ക്ഷമയും ഉള്ള ട്രേഡർമാർക്ക് മാത്രമേ വളരെ കോമ്പറ്റീറ്റീവായ ഒരു രംഗത്ത് അവരുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ.